മൾട്ടിപ്ലക്സ് തിയേറ്ററുകളിൽ കനത്ത നിരക്ക് ഈടാക്കുന്നതിനെതിരെ സുപ്രീം കോടതി തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. ആശ്വാസ വാർത്തയാണ്. ജനത്തിന് നൽകാൻ കഴിയുന്ന ന്യായമായ നിരക്ക് നിശ്ചയിക്കണമെന്നാണ് കോടതി ഇന്നലെ നിർദ്ദേശിച്ചത്. അല്ലെങ്കിൽ സിനിമാ തിയേറ്ററുകൾ കാലിയാകുമെന്ന് സുപ്രീം കോടതി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മൾട്ടിപ്ലക്സ് തിയേറ്ററുകളിലെ ടിക്കറ്റ് നിരക്ക് 100 രൂപയായി നിശ്ചയിച്ച കർണാടക സർക്കാരിന്റെ നടപടി ചോദ്യം ചെയ്ത് നൽകിയ അപ്പീലിലാണ് കോടതി ഇക്കാര്യങ്ങൾ പറഞ്ഞത്. ലീഗൽ കറസ്പോണ്ടന്റ് ശ്യാം ദേവരാജ് നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിംഗ് ശ്യാം ദേവരാജ്. ഏത് സിനിമ ഇറങ്ങിയാലും അത് ആദ്യം തന്നെ ആദ്യ ഷോ അല്ലെങ്കിൽ അടുത്ത ദിവസം പോയി കാണുന്ന ആളാണല്ലോ ശ്യാം ദേവരാജ്. ഈ തിയേറ്ററുകളിലെ ഭക്ഷണത്തിന്റെയും അതുപോലെ തന്നെ ടിക്കറ്റിന്റെയും ഒക്കെ വിലയെക്കുറിച്ച് എപ്പോഴെങ്കിലും ശ്യാമിനൊരു ആശങ്ക തോന്നിയിട്ടുണ്ടോ? പലപ്പോഴും ഒന്നിച്ചൊന്ന് പോവുകയാണെങ്കിൽ, കുടുംബമായി പോവുകയാണെങ്കിൽ കൊടുക്കേണ്ടി വരുന്ന തുകയെപ്പറ്റി കൂടി ചിന്തിച്ച് നോക്കുമ്പോൾ സുപ്രീം കോടതിയുടെ ഇടപെടലിൽ നിന്ന് എന്താണ് നമുക്ക് വായിച്ചെടുക്കേണ്ടത്? സുജയ് പാർവതി, വെരി ഗുഡ് ഈവനിങ്. സുജയ് ഉന്നയിച്ചതൊരു വലിയ ആശങ്കയാണ്. സ്വാഭാവികമായും ഒറ്റയ്ക്കോ അല്ലെങ്കിൽ കുടുംബമായോ ഒക്കെ അല്ലെങ്കിൽ കൂട്ടമായോ ഒക്കെ ഒരു മൾട്ടിപ്ലക്സ് തിയേറ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ തിയേറ്ററിലെ ടിക്കറ്റിന് തന്നെ വലിയ നിരക്ക് ഈടാക്കും. അത് പോക്കറ്റ് കീറുന്ന പരിപാടിയാണ്. അതിനൊപ്പം വല്ല സ്നാക്സ് അങ്ങനെ എന്തെങ്കിലും മറ്റെന്തെങ്കിലും അവിടുന്ന് കഴിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന് വലിയ വിലയാണ്, കനത്ത വിലയാണ്, വലിയ വില നൽകേണ്ടി വരും എന്നത് അക്ഷരാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഈ മൾട്ടിപ്ലക്സ് തിയേറ്ററുകളിലും അതിനോടനുബന്ധിച്ചുള്ള ഭക്ഷണശാലകളിലുമാണ്. വളച്ചുകെട്ടി പറയുന്നത് ശ്യാം സിനിമ കാണാൻ പോകുമ്പോഴായിട്ട് ഈ കാരമൽ, പോപ്കോൺ, നാച്ചോസ് അതൊക്കെ വാങ്ങിച്ചിട്ടല്ലേ കയറാറ്. അതിനൊക്കെ കൂടി എത്രയാണ് പൊടിക്കാറ്? എല്ലാവർക്കും അതുപോലെ പൊടിക്കാൻ പറ്റുമോ? എല്ലാവർക്കും അതുപോലെ കഴിയില്ല. അങ്ങനെ കഴിയാത്ത ആളുകൾ മൾട്ടിപ്ലക്സിലേക്ക് പോകാൻ കഴിയില്ല, അവിടുന്ന് സിനിമ കാണാൻ കഴിയില്ല. അങ്ങനെ അതിന് നിയന്ത്രണ നിയമം ഏർപ്പെടുത്തിക്കൊണ്ടാണ് കർണാടക സർക്കാർ രംഗത്ത് വന്നത്. അതായത് ഒരു തിയേറ്ററിൽ സിനിമയ്ക്ക് വേണ്ടി മൾട്ടിപ്ലക്സുകളിൽ 700, 800, 900 രൂപ വരെയും ഒരു തിയേറ്ററിൽ ഒരു ടിക്കറ്റിന് ഈടാക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. ഈ ഘട്ടത്തിലാണ് അവർ അത് 100 രൂപയായി നിശ്ചയിച്ച് ഒരു ടിക്കറ്റിന്റെ നിരക്ക് പരമാവധി 100 രൂപ. നമ്മുടെ പ്രേക്ഷകൻ ഹോഡ് ഓഫിൽ ചോദിക്കുന്നുണ്ട്, മിക്സ്ചറോ കടലയോ വാങ്ങിച്ചിട്ട് പോയാൽ പോരെ, ഹോഡ് ഓഫിൽ പുറത്തുനിന്ന് ഫുഡ് കൊണ്ടുപോയാൽ പോരെ എന്ന് കൂടി ചോദിക്കുന്നുണ്ട്. പുറത്തുനിന്ന് കൊണ്ടുപോകാനുള്ള ഫുഡ് അവിടെ അനുവദനീയമല്ല. അതാണ് ഹോഡ് ഓഫിൽ മറുപടി. താങ്ക് യു ശ്യാം ദേവരാജ്.